ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസാന കനൽത്തരിയും അണഞ്ഞു. 59 വർഷത്തിനു ശേഷം ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയായി CPIM മാറിയപ്പോൾ അടിത്തറ പാകിയ കണ്ണൂരിലും അടിതെറ്റി. CPIM-നും CPI-ക്കും പുറമെ RJD-ക്ക് മാത്രമാണ് LDF-ൽ ഇത്തവണ MLA. കൊടുങ്കാറ്റിലും പേമാരിയിലും ആടിയുലയാത്ത പാർട്ടി കോട്ടകൾ നിലംപൊത്തി വീണു. ക്യാപ്റ്റന് തന്നെ അടിതെറ്റുമോ എന്ന തോന്നൽ ഒരു വേളയുണ്ടായി. BJP തിരിച്ചെടുത്തതും പിടിച്ചെടുത്തതും LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതുണ്ടാക്കുന്ന പ്രഹരം ചില്ലറയല്ല. സ്വതന്ത്രരടക്കം CPIM മത്സരിപ്പിച്ചത് 86 പേര്, വിജയിച്ചത് വെറും 26 പേർ. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 3 പേരും തോറ്റു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജയിപ്പിക്കാനായത് വെറും 3 പേര്. KN ബാലഗോപാലും PA മുഹമ്മദ് റിയാസും സജി ചെറിയാനും. 2 മാസം മുമ്പ് വരെ നേതാക്കളായിരുന്ന G സുധാകരനും TK ഗോവിന്ദനും PK കുഞ്ഞികൃഷ്ണനും പാർട്ടി കോട്ട പൊളിച്ച് നിയമസഭയിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല CPIM. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. UDF സെഞ്ചുറി അടിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 1 ഡസനും കഴിഞ്ഞ് 13 മന്ത്രിമാർ തോറ്റു. വയനാട്, മലപ്പുറം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്ന് പേരിനൊരാളെ പോലും ഭരണമുന്നണിക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ല. 25 സീറ്റിൽ മത്സരിച്ച CPI-ക്ക് 8 പേരെ മാത്രമാണ് നിയമസഭയിലെത്തിക്കാൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി കേരള കോൺഗ്രസ് എമ്മിന് MLA-മാരില്ല എന്നതും ഇത്തവണത്തെ പ്രത്യേകത. ISJD, NCP, INL, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് S, നാഷണൽ ലീഗ്, RSP, ലെനിനിസ്റ്റ് എന്നീ ഇടതു പാർട്ടികൾ ഇത്തവണ സംപൂജ്യരാണ്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ.